ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കൊരു വെള്ളക്കടല ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്ത വെള്ളക്കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 2-3 വെളുത്തുള്ളിൻ്റെ ഇതൾ ചെറിയ കഷ്ണമാക്കി കുനുകുന അരിഞ്ഞു കൊടുക്കുക. പിന്നെ ഒരു സവാള, 2-3 പച്ചമുളക് നടുപിളർന്നതും, സവാള കൊത്തി അരിഞ്ഞതും, പിന്നെ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അതും അരിഞ്ഞു കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മസാലപ്പൊടികളാണ്. അതിന് നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളകും പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൈകൊണ്ട് നല്ലോണം തിരുമ്പി ഒന്ന് യോജിപ്പിക്കുക കേട്ടോ. പിന്നെ അടുപ്പത്ത് എൻ്റെ തിളച്ച വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് അപ്പം തന്നെ ഗ്യാസിൽ വെച്ചാൽ പെട്ടെന്ന് ആയിക്കോളും. ഒരു 3 വിസിൽ വരെ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കടലയിലേക്ക് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, മിക്സിയിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അരച്ച് റെഡിയാക്കിയിട്ട് വരട്ടോ. അപ്പോൾ പാലെടുക്കണം. തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കടല നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പകുതി കടല നല്ലോണം കയ്യിലോണ്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് പകുതി ഞാൻ നല്ലോണം ഉടച്ചെടുക്കുകയാണ്. അങ്ങനെ അത് ഉടച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. ഇത് വീട്ടിലുണ്ടാക്കിയ മല്ലിയിലാണ് കേട്ടോ. ചെറിയ കഷ്ണങ്ങളൊക്കെ അതിലിട്ട് കൊടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറവിടണം. അതിന് വേണ്ടി ചെറിയ ഉള്ളിയാണ് ഞാൻ എടുക്കുന്നത്. കടുക് ഉണ്ടെങ്കിൽ കടുകിലും വറവിടാം. ഉണക്കമുളകുണ്ട്, അത് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാനതൊന്നും ഇടുന്നില്ല. ഞാൻ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതാണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ അതിലേക്ക് ഇട്ട് ഒന്ന് ബ്രൗൺ കളറാണ് വെക്കുക കേട്ടോ. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ചിക്കൻ കറീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. പത്തിരിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി. ഇനി ഉണ്ടാക്കി തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി വെക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.